സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു കണ്ടന്റും ഇല്ലാണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാനിങ്ങനെ. അപ്പോൾ എന്താ ഇപ്പോൾ ഇന്ന് വീഡിയോ ഇടുക എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഓൾറെഡി നിങ്ങൾ കുറച്ച് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം, ആക്സസറീസ് വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം അങ്ങോട്ട് വാർഡ്രോബൊക്കെ ചെയ്ത് കഴിഞ്ഞല്ലേ ഉള്ളൂ, എന്നും ഈ മേക്കപ്പ് ഇടുക, വാർഡ്രോബ് നോക്കുക. അപ്പോൾ എന്താ ഇപ്പം ഇന്ന് വ്യത്യാസമായിട്ട് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ അതൊക്കെ പോട്ടെ, എന്നാൽ ഇന്ന് കണ്ടന്റ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ രാത്രി കഴിക്കാമെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് പനീർ മട്ടർ മസാല ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ സ്ഥിരം കഴിക്കണം, എൻ്റെ ഫേവററ്റ് വെജിറ്റേറിയനിൽ എൻ്റെ ഫേവററ്റ് ഡിഷാണ് പനീർ കേട്ടോ. അപ്പോൾ നമ്മുടെ പനീർ മട്ടർ മസാല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ പനീർ മട്ടർ മസാലയുടെ വേറെ ഫാൻസും ഉണ്ട് കേട്ടോ, കസിൻസും ഫ്രണ്ട്സൊക്കെ ഫാൻസ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ ഞാൻ ആ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ രാത്രിക്ക് ഭക്ഷണമായി, നിങ്ങൾക്ക് ആ റെസിപ്പി ഷെയർ ചെയ്യലായി, നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റും ആയി. അപ്പോൾ എല്ലാം ഒരു കുടക്കീഴിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ഇപ്പം അതന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഒറ്റയ്ക്കല്ല, അമ്മയുടെ സഹായം എന്തായാലും ഉണ്ടാവും, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്, എന്നും കഴിക്കലാണ് പതിവ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈസി പനീർ മട്ടർ മസാലയാണ്. പനീർ ബട്ടർ മസാല അല്ല, പനീർ മട്ടർ മസാല. ഓക്കെ, അപ്പോൾ ഞാൻ എത്രത്തോളം അത് ഈസിയാക്കി പറഞ്ഞുതരാൻ പറ്റുമോ അത്രത്തോളം ഈസിയാക്കി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഏജ് ഗ്രൂപ്പുകാർക്കായാലും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പനീർ മട്ടർ മസാല ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോകാം. ബൈ ദ വേ, മീറ്റ് മൈ ഫ്രണ്ട്സ്. ഇതാണ് പേരിട്ടിട്ടില്ല, ഇതാണ് പേരിട്ടിട്ടില്ല, ഇതാണ് ഫ്ലിപ്പി. ഇവർക്ക് രണ്ടുപേർക്ക് പേരിട്ടിട്ടില്ല. നമുക്ക് പനീർ ഉണ്ടാക്കാം. കബോർഡ് ടു അടുക്കള. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ പനീർ മട്ടർ മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ആദ്യം 2 വലിയ ഉള്ളി എന്നാണ് ഞങ്ങൾ പറയാ, 2 സവാള. ഇനിയിപ്പോൾ ചെറുതാണെങ്കിൽ നിങ്ങൾ ഒരു 3 എണ്ണം എടുത്തോളൂ കേട്ടോ. ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പഴുത്ത ഊട്ടിത്തക്കാളിയാണ്. എന്താ വെച്ചാൽ പുളി അധികം പാടില്ല, അപ്പോൾ അതുകൊണ്ട് നാടൻ തക്കാളിക്ക് പകരം ഊട്ടിത്തക്കാളിയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. 2 പച്ചമുളക്, ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയാണ്. ഇഞ്ചി വളരെ കുറച്ച് മതി കേട്ടോ, കാരണം ഇഞ്ചിയുടെ ആ ഒരു ഫ്ലേവർ എടുത്ത് നിൽക്കുന്നത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. സോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതി. പിന്നെ വെളുത്തുള്ളി വലിയതാണെങ്കിൽ, അത് വലിയ അല്ലിയാണെങ്കിൽ 2 എണ്ണമൊക്കെ എടുത്താൽ മതി, ചെറുതാണെങ്കിൽ നിങ്ങളൊരു 4 എണ്ണം എടുത്തോളൂ കേട്ടോ. ഇത് പിന്നെ നമ്മുടെ കാഷ്യൂ ആണ്. കാഷ്യൂ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ, വെള്ളത്തിൽ കുറച്ച് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോക്ക് ചെയ്ത് വെച്ച കാഷ്യൂ നമുക്ക് പിന്നെ അരയ്ക്കാനൊക്കെ ആവശ്യമുണ്ട്, വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് പനീർ. അപ്പോൾ ഈ പനീർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയിൽ ചെയ്ത പനീറാണ്. ഇപ്പം ഇത് ചൂടുവെള്ളത്തിൽ, ബോയിലല്ല, ഇത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഏത് പനീറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അത് നമ്മൾ ഇത്തിരി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഇൻഗ്രീഡിയൻ്റ് ആണ്, മട്ടറാണ്. അത് ഫ്രോസൺ മട്ടറാണ്, അതും ഞാൻ കാണിച്ചു തരാം ഏതാണ് എടുത്തതെന്ന്. അതും ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമുക്ക് വേണ്ട പൊടികളാണ്. ഇതാ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മതി കേട്ടോ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് കശ്മീരി ചില്ലിയാണ്, അത് 1 ടേബിൾ സ്പൂൺ എടുത്തോളൂ. ഇത് പനീർ ബട്ടർ മസാലയാണ് ഇത് കേട്ടോ, പനീർ ബട്ടർ മസാലയുടെ പൊടിയാണ്. ഇതാണ് സംഭവം, ഇതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതും 1 ടേബിൾ സ്പൂൺ എടുത്തോളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇത് നമ്മുടെ വേറെ കുറച്ച് ഇത് ആദ്യം വേണ്ട സംഭവം കേട്ടോ, ലാസ്റ്റിക്ക് വേണ്ടതല്ല. ഇത് നമ്മുടെ എന്താ പറയുക പട്ടയും ഗ്രാമ്പും ഏലക്കയാണ്. 2 ഗ്രാമ്പും കുറച്ച് പട്ടയും, വല്ലാണ്ട് വേണ്ട, കുറച്ച് പട്ട, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്കായാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് കസൂരി മേഥി എന്ന് പറയും. ഓക്കെ, ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും മേടിക്കാൻ കിട്ടുന്ന സാധനമാണ്. ഇത് കുറച്ചെടുത്ത് ഈ ഒരു ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം, സാദാ ജീരകം, അത്ര ഒരു ജീരകം, നമ്മുടെ മല്ലിയില. പിന്നെ ഇത് അവസാനം ചേർക്കേണ്ടതാണ് പഞ്ചസാര. കുറച്ച് പഞ്ചസാര. ഇതിൻ്റെ അളവ് എത്രയമ്മ? 1 ടീസ്പൂൺ പഞ്ചസാര. സെറ്റ്. ഇത്രയാണ് നമുക്ക് വേണ്ട വിഭവങ്ങൾ. 2 ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ട് കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. ഒന്ന് നമ്മുടെ നെയ്യാണ്, രണ്ടാമത്തെ നമ്മുടെ സൺഫ്ലവർ ഓയിലും. അത് പറയാൻ വിട്ടുപോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഈ വറക്കാനും വഴറ്റാനും എന്താ പറയുക അതിനൊക്കെ യൂസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഈ നെയ്യ് ആൻഡ് സൺഫ്ലവർ ഓയിലും കൂടി എടുക്കണം.
പാൻ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ 2 സവോള ഇല്ലേ, സവോള അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സവോളയും തക്കാളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയും ഒന്ന് വഴറ്റിയിട്ട് നമുക്കത് അരച്ചെടുക്കണം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ സവോളയും ഇതെല്ലാം എണ്ണയിൽ കിട്ടത്. ഇനി നമുക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ പച്ചമുളക് ബാക്കിയും കൂടി ഇവിടെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി. അപ്പം നമുക്ക് ഇത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് എല്ലാം. അപ്പം ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ഇതൊന്നത്തെ, കാരണം നമുക്ക് ഇത് അരയ്ക്കുന്നതിൻ്റെ മുന്നേ ഒന്ന് തണുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ നമ്മൾ വഴറ്റി എടുത്തിട്ടില്ലേ, അപ്പോൾ അതൊന്ന് തണുക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പരിപാടി ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പനീർ നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചില്ലേ, അപ്പോൾ ഈ പനീറിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. നെയ്യിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആ പണിയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ കാഷ്യൂ ഒന്ന് അരച്ചെടുക്കും വേണം. അപ്പോൾ ഈ 2 പണിയും നമുക്കത് തണുക്കുമ്പോഴേക്കും വേഗം ചെയ്തെടുക്കാം. ഇതിലെ വെള്ളം നന്നായിട്ട് നമ്മൾ കളഞ്ഞിട്ടുണ്ട്, ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് പ്രസ് ചെയ്യട്ടോ, അതായത് ഇതിലൊരു വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പ്രസ് ചെയ്ത്, വല്ലാണ്ട് പൊട്ടരുത്, കുറച്ച് പ്രസ് ചെയ്തിട്ട് അതിലെ വെള്ളം എല്ലാം ഊറ്റിക്കളയാം. പാൻ ചൂടായപ്പോൾ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ പനീർ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഫോൺ റിങ് ചെയ്യണോ? അപ്പോൾ നമ്മൾ പനീർ ഇങ്ങനെ പതുക്കെ വെച്ച് കൊടുക്കട്ടോ, കൈക്ക് നന്നായിട്ട് തെറുക്കിണ്ടത്. അപ്പോൾ നമുക്ക് പനീർ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടണം കേട്ടോ, അതായത് ഇത് ഇങ്ങനെ മറിച്ചിടണം. അപ്പം കൈക്ക് തെറിക്കുന്നു പറഞ്ഞിട്ട് അമ്മ എന്നെ സമ്മതിക്കില്ല. അപ്പം അമ്മ എന്നെ മറിച്ചിടും കേട്ടോ. അത് എനിക്ക് പേടിയാ, അമ്മ സമ്മതിക്കില്ല. ഇതുണ്ടെങ്കിലും പൊട്ടു കിട്ടോ, അപ്പം സൂക്ഷിക്കണം. നമ്മളിപ്പോൾ ചെറിയ കുട്ടികൾ ആരും ഉണ്ടാക്കില്ല, എന്നാലും കുറച്ച് പ്രായത്തിൽ ചെറിയ ആൾക്കാരാണെങ്കിൽ എന്തായാലും ആരുടെയെങ്കിലും അമ്മമാരെ ആരെങ്കിലും അടുത്ത് നിർത്തിയിട്ട് ചെയ്യാം കേട്ടോ. അവരെ കൊണ്ട് ഹെൽപ്പ് ചോദിക്കുക. ഇത് കാരണം കൈക്ക് നന്നായി തെറിക്കുന്നുണ്ട്, ഇങ്ങനെ പൊട്ടി തെറിക്കുന്നുണ്ട്. ഇതേ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ കാഷ്യൂ ഒന്ന് നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലെടുക്കാം കേട്ടോ. അമ്മ അവിടെ നിന്ന് എനിക്ക് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞതാണ്. നമ്മുടെ കാഷ്യൂ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ മിക്സിയിൽ ബാക്കി വരില്ലേ, അതായത് കുറച്ച്, അപ്പോൾ അതിൽ ഇത്തിരി എനിക്ക് വെള്ളം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ചില്ലേ, അപ്പോൾ അത് നമ്മൾ വല്ലാണ്ട് ഇങ്ങനെ ഫൈൻ പേസ്റ്റ് പ്ലെയിൻ ആക്കാണ്ട് ഈ ഒരു രൂപത്തിൽ എടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു ചെറുതായിട്ട് ഒരു തിരിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ ഇതും റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതാ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ സിമ്മിൽ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം പൊട്ടുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഏലക്കായും ഗ്രാമ്പും പട്ടയും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അടി പിടിക്കാണ്ടിയും കരിയാണ്ടിയും നോക്കണേ. അപ്പോൾ സിമ്മിലിട്ടിട്ട് മാക്സിമം ചെയ്യാൻ നോക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഓരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുക. ആദ്യം മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ കശ്മീരി ചില്ലി, പനീർ ബട്ടർ മസാലയുടെ ആ മസാലപ്പൊടി, ഇനി ഉപ്പിട്ടില്ലെങ്കിൽ ആൾക്കാരുടെ തല്ലിട്ടു. അപ്പോൾ ഉപ്പ് പാകത്തിൽ ഇട്ട് കൊടുക്കുക. എത്ര നമ്മളെടുത്ത് 1 ടീസ്പൂണാണ് ഇപ്പോൾ തൽക്കാലം എടുത്തത്. പിന്നെ ബാക്കി നോക്കിയിട്ട് നമുക്ക് ഇടാം എന്ന് നോമിൻ്റെ അമ്മ പറഞ്ഞു. ചിലർക്ക് കൂടുതൽ വേണം. അമ്മ ഇവിടെ ഉറക്കെ പറഞ്ഞൂടെ അമ്മേ? അമ്മയ്ക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ ഭയങ്കര മടിയാണ്. കണ്ടോ, ക്യാമറ ഇങ്ങോട്ട് തിരിച്ചു വെച്ചപ്പോഴേക്കും അമ്മ ഓടി.
ഇനിയിപ്പോൾ വരും. അപ്പോൾ അതേ നമ്മുടെ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ മട്ടർ, നേരത്തെ ബോയിൽ ചെയ്ത മട്ടർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല രസമുണ്ടല്ലേ, ഇങ്ങനെ കാണാൻ നല്ല രസം. ഇനി നമ്മൾക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേ ഷാലോ ഫ്രൈ ചെയ്ത പനീർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. കൈകൊള്ളിയത് വേറൊന്നുമല്ല, പാത്രത്തിൽ കൈ തട്ടി. വല്ലാണ്ട് കുത്തി ഇളക്കരുത്, എന്നാലും ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്തുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഉടഞ്ഞു പോവില്ല. ഓക്കെ, ഇനി നമുക്കതിലേക്ക് ഇടില്ലേ നേരത്തെ അരച്ച കാഷ്യൂ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് തിളപ്പിച്ച്, അതായത് ഒരിക്കലും നമ്മൾ പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. അത് സ്ഥിരമായി കുക്ക് ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും, എന്നാലും കുക്ക് ചെയ്യാത്തവർക്കായിട്ട് പറയാണ്, ഒരിക്കലും നമ്മൾ കറിയിലേക്ക് വെള്ളം നമുക്ക് വേണമെങ്കിൽ ഒരിക്കലും വെറുതെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഒന്ന് തിളച്ച വെള്ളം മീൻസ് ബോയിൽ ചെയ്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ ഭയങ്കര തിക്നെസ് വേണം എന്നുള്ളവർക്ക് അതിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. ഇതിപ്പോ അമ്മ ആക്ച്വലി കുറച്ചിത്തിരി തിക്കായിട്ട് ഉണ്ടാക്കുക, എനിക്ക് അതാ ഇഷ്ടം. നല്ല കൊഴുത്ത കറി എനിക്ക് ഇഷ്ടം. അപ്പൊ അമ്മ കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന് ആവശ്യത്തിന് ഇനിയിപ്പോ വെള്ളം കുറച്ചിത്തിരി ലൂസായിട്ടുള്ള കറിയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കും. ഈ ഒരു സ്റ്റേജ് കണ്ടോ, ജസ്റ്റ് ഒരു എന്താ പറയാ, ഞാനൊരു 30 seconds 1 minute ഒക്കെ വെച്ചിട്ടുള്ളൂ. അപ്പൊ ഈ 1 minute വെക്കുമ്പോൾ തന്നെ ഈ ബബിൾസ് ഇങ്ങനെ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ കസൂരി മേത്തി എന്നുള്ള ആ ഇൻഗ്രീഡിയൻറ്റ് നന്നായി കഴുകിക്കോളൂ കേട്ടോ. കസൂരി മേത്തിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. വരുന്നില്ലല്ലോ, നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുന്നതോട് കൂടിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1 teaspoon പഞ്ചസാരയാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എന്താ മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്യണ്ടേ? കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്യണം. 1 teaspoon പഞ്ചസാര ഇതിലേക്ക് ഇതാകുമ്പോൾ ഇതൊന്നും എടുത്തരും. ഓക്കെ, 1 teaspoon പഞ്ചസാര. ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ. സോ ഫൈനൽ സ്റ്റേജ്, മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം, ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ വേണമെങ്കിൽ ബട്ടറും ആഡ് ചെയ്യാം. ഞങ്ങൾ ഇത്രയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പനീർ കറി. അപ്പോൾ ഇത് ഞാനിനി ടേസ്റ്റ് ചെയ്യാം. നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് കറി. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ദാ എൻ്റെ മുന്നിലിരിക്കുന്നതാണ് പനീർ മട്ടർ മസാല. ഓക്കെ, അടുക്കളയിൽ നിന്ന് ആകെ ക്ഷീണിച്ചു പോയി അല്ലേ അമ്മേ? അമ്മ ഒന്നും മിണ്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് വിത്ത് ചപ്പാത്തി. അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ഈ പനീർ മട്ടർ മസാല. അപ്പോൾ എന്താ പറയുക, എനിക്കിനി കുറച്ചും കൂടി അതിനൊരു ഫ്രഷ്നെസ്, തിക്നെസ്, ഒരു റിച്ച്നെസ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും വേണമെങ്കിൽ കുറച്ചും കൂടി കാഷ്യൂ അരച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു റിച്ച് ടേസ്റ്റ് ഉണ്ടാവും. ഒട്ടും മോശമല്ല കേട്ടോ, സൂപ്പറാണ്. നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ റിച്ച് ആക്കണമെങ്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞാണ്. ചിയേഴ്സ് ടു പനീർ കറി. ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ എന്നെ ഇൻസ്റ്റഗ്രാമിൽ മെൻഷൻ ചെയ്യണം.
നിങ്ങൾ ഫോട്ടോ അയച്ചു തരണം. അപ്പോൾ ഞാൻ ഈ പനീർ ബാക്കി കൂടി കഴിച്ച് തീർക്കുന്നവരെ അപ്പോൾ തീർത്തിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ടാറ്റ. ബൈ ബൈ.